+1 പരീക്ഷകളിൽ ഈ വർഷവും തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് മിന്നുന്ന വിജയം. പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഓരോ പരീക്ഷകളിലും മാർക്ക് നേട്ടത്തിൽ ഒന്നാമതെത്തിയവർക്ക് അവാർഡുകളും വിതരണം ചെയ്തു. തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിൽ +2, +1 പരീക്ഷകളിലായി 55 വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിന്റെ പെരുമ കാത്തുസൂക്ഷിക്കും വിധം മികവുറ്റ വിജയം കരസ്ഥമാക്കിയത്. മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക അവാർഡുകളും അനുമോദനവും നൽകി. അനുമോദന ചടങ്ങുകൾ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും അടിത്തറയായിട്ട് കണ്ടത് ശക്തമായ മാനേജ്മെന്റിന്റെയും അതുപോലെ സംഘടനകളുടെ നിലപാടുകളും ആ നിലപാടുകൾ മാനേജ്മെന്റുകൾ പോകുന്നു ഇന്ന് നേരിട്ട് ഞാൻ കണ്ടു. ഏറ്റവും വലിയ സന്തോഷകരമായ ഒന്നാണ്. ഒരു കുട്ടി അത് തെറ്റ് ചെയ്താൽ അവരെ ശാസ്ത്രം നേരിടാൻ മറ്റുള്ള കുട്ടികളോടൊപ്പം നടത്താൻ ഒരു മാനേജ്മെന്റ് കഴിഞ്ഞാൽ അത് വലിയ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് ഏത് സ്കൂളിൽ ചെന്നാലും എവിടെ ചെന്നാലും നമ്മൾ സംസാരിക്കുന്നത് രാസലഹരിയെ കുറിച്ച് കേട്ട് നിങ്ങളെടുത്ത് പക്ഷെ അതൊന്നും സംസാരിക്കുന്നില്ല. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇന്ന് SSLC +2 വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നു. 3-4 മാസങ്ങൾക്ക് മുമ്പ് അഫ്സാൻ എന്ന കുട്ടിയെ രാസലഹരികളിൽ കൊണ്ട് സ്വന്തം കൂട്ടുകാരൻ മരണപ്പെട്ടപ്പോൾ ഈ SSLC മാർക്ക് ടെസ്റ്റ് പുറത്തു വന്നപ്പോൾ ആ കുട്ടിയുടെ പിതാവ് കരഞ്ഞുകൊണ്ട് വാർത്തകൾ എന്റെ കുട്ടിയെ ജയിച്ചിരിക്കുന്നെങ്കിൽ എല്ലാ വിഷയത്തിലും +2 പരീക്ഷയിൽ 1200-ൽ 1166 മാർക്ക് കരസ്ഥമാക്കിയ UN ഫിദ, +1 പരീക്ഷയിൽ 520-ൽ 514 മാർക്ക് നേടിയ ഇസ്മത്ത് സൈനബ് എന്നിവരെ പ്രത്യേക ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സ്കൂൾ മാനേജർ PA മുക്തർ അധ്യക്ഷത വഹിച്ചു. പക്ഷേ ഇത്തവണ ഇത്തരം പരിപാടികളിൽ അവർക്ക് മാത്രമായി ഒരു ദിവസം കണ്ടുപിടിച്ച് നടത്തുക എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം നിങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. എനിക്ക് മുന്നേ പ്രസംഗിച്ച പ്രിൻസിപ്പൽ പറഞ്ഞു, നമ്മുടെ സ്ഥാപനത്തിന് വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥലത്തുള്ള സ്ഥാപനമായിട്ട് മാറ്റുവാനാണ് സാധിക്കും. 1964 മാസം ആരംഭിച്ച് 67 UP ആവുകയും 76 ഹൈസ്കൂൾ ആവുകയും 2000 ഹയർ സെക്കൻഡറി കൂടി ഏകദേശം 3700 വരുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥാപനമാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ്. കുസാറ്റ് രജിസ്ട്രാർ ഡോക്ടർ AU അരുൺ മുഖ്യ പ്രഭാഷണം നടത്തി. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നേരത്തെ പ്രസംഗിച്ചതുപോലെ അടുത്ത വർഷം മുൻനിരയിൽ നിന്ന് അവാർഡ് വാങ്ങാൻ കഴിയുകയും അതിനുള്ള ഒരു പ്രചോദനമായി ഈ പരിപാടി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ 6 A+ കുട്ടികളെയും 5 A+ കുട്ടികളെയും വിജയിച്ച കുട്ടികളെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരുപക്ഷെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി മാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുന്നത് +2-ന്റെ ഒരു അഡ്മിഷന് വേണ്ടിയുള്ള ഒരു സാധ്യത മാത്രമായിട്ടാണ് അത് പരിഗണിക്കുന്നത്. +2-ന്റെ പരീക്ഷയ്ക്ക് വേണ്ടി അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ചില യൂണിവേഴ്സിറ്റിയിലെ സ്ഥാപനങ്ങളിൽ അതിന്റെ വെയിറ്റേജ് എടുത്ത് അഡ്മിഷൻ നടത്താൻ ഉപയോഗിക്കുന്നുണ്ട്.
ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ബയോഡേറ്റയിൽ യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് അക്കങ്ങളായിട്ടാണ് പലപ്പോഴും 10ാം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും മാർക്കുകൾ മാറുന്നത്. വാർഡ് മെമ്പർ ഷംല നാസർ, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ മജീദ്, ചെയർമാൻ KV ഷാജഹാൻ, സ്കൂൾ PTA പ്രസിഡന്റ് അബ്ബാസ് പൂത്തലത്ത്, സീനിയർ അധ്യാപിക KA ഷെറീന, ഡോക്ടർ KE ഷാനവാസ്, പ്രിൻസിപ്പൽ KH നിസാമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.